ഒരിക്കൽ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽ ഒരു കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ടയുടെ കവാടത്തിൽ കാവൽ നിൽക്കുകയായിരുന്നു ഒരു യുവ സൈനികൻ. അർദ്ധരാത്രിയായിരുന്നു സമയം. മൂടൽമഞ്ഞും തണുപ്പും നിറഞ്ഞ ആ രാത്രിയിൽ ദൂരെ നിന്നൊരു ഭീകരരൂപി നടന്നുവരുന്നത് അവൻ കണ്ടു. ആ രൂപത്തിന് 10 അടിയിലധികം ഉയരമുണ്ടായിരുന്നു. അതിന്റെ കണ്ണുകൾ കനൽ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. പേടിച്ചു വിറച്ച സൈനികൻ തന്റെ വാളെടുത്ത് ഉറക്കെ വിളിച്ചു ചോദിച്ചു, "ആരാണ് നീ? ഇവിടെ നിൽക്കൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും." അത്ഭുതമെന്ന് പറയട്ടെ, സൈനികൻ എത്രത്തോളം പേടിച്ച് ഉറക്കെ സംസാരിച്ചോ അത്രത്തോളം ആ ഭീകരരൂപിയുടെ വലിപ്പം കൂടിക്കൊണ്ടിരുന്നു. അതിപ്പോൾ 20 അടി ഉയരമുള്ള ഒരു രാക്ഷസനായി മാറി. സൈനികൻ കൂടുതൽ പരിഭ്രാന്തനായി. അവൻ പിന്നോട്ടുമാറി. അവൻ ഭയപ്പെടുന്തോറും ആ രൂപം കൂടുതൽ ഭീകരമായി മാറിക്കൊണ്ടിരുന്നു. ആ സമയം അവിടെയെത്തിയ വൃദ്ധനായ ഒരു സേനാപതി ഇതുകണ്ടു. അദ്ദേഹം ശാന്തനായി ആ രൂപത്തിന്റെ അടുത്തേക്ക് നടന്നു. സൈനികൻ വിളിച്ചു പറഞ്ഞു, "അങ്ങോട്ട് പോകരുത്. അതൊരു വലിയ രാക്ഷസനാണ്. അവൻ നമ്മെ കൊന്നുകളയും." പക്ഷേ സേനാപതി ചിരിച്ചുകൊണ്ട് ആ രൂപത്തിന്റെ കണ്ണിനു നേരെ നോക്കി ശാന്തമായി ചോദിച്ചു, "നീ ആരാണ്? നിനക്കെന്താണ് വേണ്ടത്?" സേനാപതിയുടെ ഈ ശാന്തത കണ്ടപ്പോൾ ആ രാക്ഷസന്റെ വലിപ്പം പെട്ടെന്ന് കുറഞ്ഞു. സേനാപതി അടുത്തേക്ക് ചെല്ലുന്തോറും അത് ചെറുതായി വന്നു. ഒടുവിൽ അത് വെറുമൊരു കൊച്ചുകുട്ടിയുടെ വലിപ്പമായി മാറി. സേനാപതി അതിനെ കൈയിലെടുത്തു. സൈനികൻ അത്ഭുതത്തോടെ ചോദിച്ചു, "ഇതെങ്ങനെ സംഭവിച്ചു? ഇത് ഇത്ര വലിയ രാക്ഷസനായിരുന്നല്ലോ." സേനാപതി പറഞ്ഞു, "മകനെ, ഇവന്റെ പേര് ഭയം എന്നാണ്. നീ ഇവനെ പേടിച്ചോടുമ്പോൾ ഇവൻ വളരും. നീ ഇവനെ വെല്ലുവിളിക്കുമ്പോൾ ഇവൻ കൂടുതൽ കരുത്തനാകും. എന്നാൽ നീ ഇവന്റെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി ചോദിച്ചാൽ ഇവനില്ലാതാകും. നിന്റെ ഉള്ളിലെ ഭയമാണ് പുറത്ത് രാക്ഷസനായി വളരുന്നത്." നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഇതുപോലെയാണ്. അവയെ ഓർത്ത് നാം എത്രത്തോളം ഭയപ്പെടുന്നുവോ അത്രത്തോളം അവ വലുതായി തോന്നും. ഭയന്ന് ഒളിച്ചോടുന്നത് പ്രശ്നങ്ങളെ പരിഹരിക്കില്ല. പ്രശ്നങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി ശാന്തമായി നിൽക്കാൻ പഠിക്കുക. ധൈര്യത്തോടെ നേരിടുമ്പോൾ ഏതൊരു വലിയ മലയും വെറുമൊരു മൺകൂനയായി മാറും. നിങ്ങളുടെ മനസ്സിന്റെ കരുത്താണ് നിങ്ങളുടെ വിജയം. ഒരിക്കൽ ഒരു പ്രശസ്തനായ ചിത്രകാരൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ചിത്രം വരച്ചു. അത് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് മാസങ്ങൾ വേണ്ടിവന്നു. ആ ചിത്രം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ സംതൃപ്തി തോന്നി. എന്നാൽ ലോകം ആ ചിത്രത്തെ എങ്ങനെ കാണുന്നു എന്നറിയാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം ആ ചിത്രം നഗരത്തിന്റെ നടുവിലുള്ള തിരക്കേറിയ കവലയിൽ കൊണ്ടുപോയി വെച്ചു. അതിനടിയിൽ അദ്ദേഹം ഒരു കുറിപ്പുമെഴുതി, "ഈ ചിത്രത്തിൽ എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായി അവിടെ ഒരു അടയാളമിടുക." വൈകുന്നേരം ചിത്രകാരൻ തന്റെ ചിത്രം തിരികെ എടുക്കാൻ ചെന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹം ആകെ തകർന്നുപോയി. ചിത്രത്തിലാകെ കറുത്ത മഷികൊണ്ടുള്ള അടയാളങ്ങൾ നിറഞ്ഞിരുന്നു. മുഖത്തും കൈകളിലും വസ്ത്രത്തിലുമെല്ലാം ആളുകൾ തെറ്റുകൾ കണ്ടെത്തിയിരുന്നു. തന്റെ അത്രയും നാളത്തെ അധ്വാനം വെറുതെയായെന്ന് അദ്ദേഹം കരുതി. സങ്കടത്തോടെയിരിക്കുന്ന അദ്ദേഹത്തിന്റെ അടുത്ത് ബുദ്ധിമാനായ ഒരു സുഹൃത്ത് വന്നു. കാര്യമറിഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "വിഷമിക്കേണ്ട. നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. നീ ഇതേ ചിത്രം ഒന്നുകൂടി വരയ്ക്കൂ." ചിത്രകാരൻ രണ്ടാമതും അതേ ചിത്രം തന്നെ വരച്ചു. പിറ്റേ ദിവസം സുഹൃത്ത് ആ ചിത്രം അതേ കവലയിൽ കൊണ്ടുപോയി വെച്ചു. എന്നാൽ ഇത്തവണ അദ്ദേഹം കുറിപ്പിൽ ഒരു മാറ്റം വരുത്തി. അതിൽ ഇപ്രകാരം എഴുതി, "ഈ ചിത്രത്തിൽ എവിടെയെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായി അത് തിരുത്തി നൽകുക." അരികിലായി കുറച്ച് ചായങ്ങളും ബ്രഷും അദ്ദേഹം വെച്ചു. വൈകുന്നേരം അവർ രണ്ടുപേരും കൂടി ചിത്രം നോക്കാൻ ചെന്നു. അത്ഭുതം! ചിത്രത്തിൽ ഒരു തുള്ളി മഷി പോലും പുരണ്ടിരുന്നില്ല. ഒരാൾ പോലും ഒരു തെറ്റും തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. സുഹൃത്ത് പറഞ്ഞു, "കണ്ടോ, തെറ്റുകൾ കണ്ടുപിടിക്കാൻ ആർക്കും എളുപ്പമാണ്. ഒരു അടയാളമിടാൻ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ല. എന്നാൽ ആ തെറ്റുകൾ തിരുത്തുക എന്നത് വലിയൊരു കാര്യമാണ്. എല്ലാവരും കുറ്റപ്പെടുത്താൻ വരും, പക്ഷേ സഹായിക്കാൻ ആരും വരില്ല." നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പലരും നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. തെറ്റുകൾ വിളിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് ആളുകളുണ്ടാകും. എന്നാൽ അവയൊന്നും ഓർത്ത് നിങ്ങളുടെ നന്മകൾ ചെയ്യുന്നത് നിർത്തരുത്. നിങ്ങളുടെ മൂല്യം നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളല്ല, നിങ്ങളുടെ അധ്വാനമാണ്. ലോകം പറയുന്നതല്ല, നിങ്ങളുടെ ഉള്ളിലെ സത്യമാണ് പ്രധാനം. സ്നേഹത്തോടെയും ധൈര്യത്തോടെയും മുന്നോട്ടു പോവുക. ഒരിക്കൽ ഒരു കടൽത്തീരത്ത് വളരെ ഉറപ്പുള്ള ഒരു വലിയ പാറയുണ്ടായിരുന്നു. ആ പാറയ്ക്ക് തന്റെ കരുത്തിൽ വലിയ അഭിമാനമായിരുന്നു. എത്ര വലിയ തിരമാലകൾ വന്നടിച്ചാലും താൻ ഒരിഞ്ചുപോലും അനങ്ങില്ലെന്ന് അത് ഗർവോടെ പറയുമായിരുന്നു. ആ പാറയുടെ തൊട്ടടുത്തായി ഒരു ചെറിയ ഈറ്റച്ചെടി വളർന്നു നിന്നിരുന്നു. കാറ്റ് വീശുമ്പോഴെല്ലാം ആ ഈറ്റച്ചെടി നിലം തൊടുവോളം വളയുകയും കാറ്റ് കഴിയുമ്പോൾ വീണ്ടും നിവർന്നു നിൽക്കുകയും ചെയ്യുമായിരുന്നു. ഇത് കണ്ട് പാറ പരിഹാസത്തോടെ ചിരിച്ചു. പാറ പറഞ്ഞു, "നീ എത്ര ദുർബലനാണ്. ചെറിയൊരു കാറ്റ് വീശുമ്പോഴേക്കും നീ പേടിച്ചു വളയുന്നു. എന്നെ നോക്കൂ, കാറ്റും മഴയും തിരമാലകളും വന്നിട്ടും ഞാൻ തലയുയർത്തി തന്നെ നിൽക്കുന്നു. നിന്നെപ്പോലെയുള്ളവർക്ക് ഈ ലോകത്ത് ഒരു സ്ഥാനവുമില്ല." ഈറ്റച്ചെടി ശാന്തമായി മറുപടി നൽകി, "സുഹൃത്തേ, എനിക്ക് നിന്നെപ്പോലെ ഉറച്ചു നിൽക്കാൻ കഴിയില്ലായിരിക്കാം. പക്ഷേ സാഹചര്യങ്ങൾക്കനുസരിച്ച് വളയാൻ എനിക്കറിയാം. അത് എന്റെ പേടിയല്ല, മറിച്ച് എന്റെ അതിജീവനമാണ്."
അന്ന് രാത്രി കടലിൽ അതിഭയങ്കരമായൊരു ചുഴലിക്കാറ്റുണ്ടായി. കാറ്റ് വലിയ മരങ്ങളെപ്പോലും പിഴുതെറിഞ്ഞു. വലിയ തിരമാലകൾ കരയിലേക്ക് ആഞ്ഞടിച്ചു. പാറ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ തിരമാലകളെ തടയാൻ ശ്രമിച്ചു. അത് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. എന്നാൽ കാറ്റിന്റെയും തിരമാലകളുടെയും ശക്തി സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. പാറയുടെ ഉള്ളിൽ വിള്ളലുകൾ വീണു. ഒടുവിൽ ആ വലിയ പാറ കഷ്ണങ്ങളായി തകർന്ന് കടലിലേക്ക് വീണു. അതേസമയം ആ ചെറിയ ഈറ്റച്ചെടി കാറ്റ് വീശുന്ന ദിശയിലേക്ക് പൂർണ്ണമായും വളഞ്ഞുനിന്നു. കാറ്റ് അതിന്റെ മുകളിലൂടെ കടന്നുപോയി. പുലർച്ചെ കാറ്റടങ്ങിയപ്പോൾ ഈറ്റച്ചെടി പതുക്കെ നിവർന്നുനിന്നു. അത് ഒടിഞ്ഞുപോയില്ല, മറിച്ച് കൂടുതൽ കരുത്താർജിച്ചതുപോലെ തോന്നി. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല സാഹചര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടിവരും. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാൻ തയ്യാറാകാത്തവർ എത്ര ശക്തരായാലും ഒടുവിൽ തകർന്നുപോകും. വളയാനറിയുന്നവനാണ് യഥാർത്ഥത്തിൽ അതിജീവിക്കുന്നത്. അനാവശ്യമായ വാശിയും ഗർവും നിങ്ങളുടെ നാശത്തിന് കാരണമാകും. വിനയവും പൊരുത്തപ്പെടാനുള്ള മനസ്സുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു വലിയ പ്രതിസന്ധിയെയും മറികടക്കാം. ഒരിക്കൽ ഒരു പ്രശസ്തനായ തച്ചനുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ അദ്ദേഹം തന്റെ യജമാനനുവേണ്ടി അതിമനോഹരമായ വീടുകൾ നിർമ്മിച്ചു നൽകി. വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിന് പ്രായമായി. ജോലിയിൽ നിന്ന് വിരമിക്കാനും ബാക്കി കാലം കുടുംബത്തോടൊപ്പം സമാധാനമായി ചിലവഴിക്കാനും അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹം തന്റെ യജമാനന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. യജമാനന് തന്റെ വിശ്വസ്തനായ തച്ചനെ പിരിയാൻ സങ്കടമായിരുന്നു. എങ്കിലും അദ്ദേഹം ഒരു നിബന്ധന വെച്ചു. ശരി, നിങ്ങൾക്ക് പോകാം. പക്ഷേ എനിക്കു വേണ്ടി അവസാനമായി ഒരു വീടുകൂടി നിർമ്മിച്ചു നൽകണം. തച്ചൻ സമ്മതിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് ഇപ്പോൾ ജോലിയിലായിരുന്നില്ല. പെട്ടെന്ന് പണിതീർത്തു പോകണം എന്ന ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം വീടിന്റെ നിർമ്മാണത്തിൽ അശ്രദ്ധ കാണിച്ചു. മോശമായ മരക്കഷ്ണങ്ങളും വില കുറഞ്ഞ സാധനങ്ങളുമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഭിത്തികൾക്ക് ഉറപ്പില്ലായിരുന്നു. മിനുക്കുപണികൾ ഭംഗിയായി ചെയ്തിരുന്നില്ല. തന്റെ ഏറ്റവും മോശമായ നിർമ്മാണമായിരുന്നു അത്. എങ്ങനെയൊക്കെയോ ആ വീട് പണി പൂർത്തിയാക്കി അദ്ദേഹം യജമാനനെ വിവരമറിയിച്ചു. യജമാനൻ ആ വീട് കാണാൻ വന്നു. അദ്ദേഹം വീടിന്റെ താക്കോൽ വാങ്ങി തച്ചന്റെ കയ്യിൽ തന്നെ തിരികെ കൊടുത്തു. എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ വീടാണ്. ഇത്രയും കാലം എനിക്കുവേണ്ടി നിങ്ങൾ ചെയ്ത സേവനങ്ങൾക്ക് പകരമായി ഞാൻ നൽകുന്ന സമ്മാനമാണിത്. തച്ചൻ ആകെ സ്തംഭിച്ചുപോയി. അദ്ദേഹം ആകെ ലജ്ജിച്ചു. അദ്ദേഹം ചിന്തിച്ചു, അയ്യോ, ഈ വീട് എനിക്കുവേണ്ടിയാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എങ്കിൽ ഞാനിത് ലോകത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പണിയുമായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തന്നെ പണിത ഈ മോശം വീട്ടിൽ കഴിയേണ്ടിവരും. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ഓരോ ദിവസവും നാം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതമാകുന്ന വീടിന്റെ ഓരോ ഇഷ്ടികകളാണ്. ചിലപ്പോൾ നാം അശ്രദ്ധയോടെയും മടിയോടെയും കാര്യങ്ങൾ ചെയ്യുന്നു. ഓർക്കുക, നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലം നാളെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടിവരും. മറ്റൊരാൾക്കു വേണ്ടിയാണ് നിങ്ങൾ പണിയുന്നത് എന്ന് തോന്നിയാലും യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതമാണ് പണിയുന്നത്. ഓരോ പ്രവൃത്തിയും ഏറ്റവും മികച്ചതാക്കാൻ ശ്രമിക്കുക. ഒരിക്കൽ ഒരു കൊച്ചുഗ്രാമത്തിൽ സമാധാനമായി ജീവിച്ചിരുന്ന ഒരു കർഷകനുണ്ടായിരുന്നു. തന്റെ ചെറിയ കൃഷിയിടത്തിൽ അധ്വാനിച്ചു കിട്ടുന്നതുകൊണ്ട് അവൻ സംതൃപ്തനായിരുന്നു. എന്നാൽ ഒരു ദിവസം അവിടേക്ക് ഒരു സഞ്ചാരി വന്നു. അദ്ദേഹം ലോകത്തിലെ വിസ്മയങ്ങളെക്കുറിച്ചും വിലപിടിപ്പുള്ള വജ്രങ്ങളെക്കുറിച്ചും കർഷകനോട് സംസാരിച്ചു. നിനക്കൊരു വജ്രശേഖരം കണ്ടെത്താൻ കഴിഞ്ഞാൽ ഈ ചെറിയ പറമ്പിൽ പണിയെടുക്കുന്നതിനു പകരം നിനക്ക് ഈ രാജ്യം തന്നെ വിലയ്ക്ക് വാങ്ങാം, സഞ്ചാരി പറഞ്ഞു. ആ വാക്കുകൾ കർഷകന്റെ ഉള്ളിൽ ഒരു തീയുണ്ടാക്കി. പെട്ടെന്ന് ധനികനാകാനുള്ള മോഹം അവന്റെ സമാധാനം കെടുത്തി. പിറ്റേന്ന് തന്നെ അവൻ തന്റെ വീടും പറമ്പും മറ്റൊരാൾക്ക് വിറ്റു. ഭാര്യയെയും മക്കളെയും ബന്ധുക്കളുടെ അടുക്കൽ ഏൽപ്പിച്ച് അവൻ വജ്രങ്ങൾ തേടി ദൂരദേശങ്ങളിലേക്ക് യാത്ര തിരിച്ചു. മാസങ്ങൾ വർഷങ്ങൾക്ക് വഴിമാറി. അവൻ ആഫ്രിക്കയിലും യൂറോപ്പിലും അലഞ്ഞു. പക്ഷേ എവിടെയും അവന് വജ്രങ്ങൾ കണ്ടെത്താനായില്ല. ഒടുവിൽ പണവും ആരോഗ്യവും നഷ്ടപ്പെട്ട് കടുത്ത നിരാശയിൽ അവൻ ഒരു കടലിൽ ചാടി ജീവനൊടുക്കി. വർഷങ്ങൾക്കു ശേഷം ആ കർഷകന്റെ പറമ്പ് വാങ്ങിയ പുതിയ ഉടമസ്ഥൻ അവിടെ ഒരു തോട് വെട്ടുകയായിരുന്നു. പെട്ടെന്ന് മണ്ണിൽ നിന്നും തിളങ്ങുന്ന ഒരു കല്ല് അദ്ദേഹത്തിന്റെ കണ്ണിൽപ്പെട്ടു. അത്ഭുതത്തോടെ അദ്ദേഹം അത് കഴുകി വൃത്തിയാക്കി തന്റെ വീടിനുള്ളിൽ വെച്ചു. അന്ന് വൈകുന്നേരം പഴയ സഞ്ചാരി വീണ്ടും ആ വഴി വന്നു. വീടിനുള്ളിലെ തിളക്കം കണ്ട് അദ്ദേഹം ചോദിച്ചു, ഇതെവിടെ നിന്ന് കിട്ടി? ഇത് വെറുമൊരു കല്ലല്ല, ഇതൊരു വിലമതിക്കാനാവാത്ത വജ്രമാണ്. പുതിയ ഉടമസ്ഥൻ പറഞ്ഞു, ഇത് എന്റെ പറമ്പിലെ തോടിന്റെ അരികിൽ കിടന്നതാണ്. അവിടെ ഇതുപോലെയുള്ള കല്ലുകൾ ഇനിയും ഒരുപാടുണ്ട്. അവർ രണ്ടുപേരും കൂടി അവിടെ പോയി നോക്കിയപ്പോൾ ആ മണ്ണിലുടനീളം വജ്രങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. പഴയ കർഷകൻ എന്തിനുവേണ്ടിയാണോ ലോകം മുഴുവൻ അലഞ്ഞത്, അത് അവന്റെ കാൽച്ചുവട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് തിരിച്ചറിയാനുള്ള ക്ഷമയോ കണ്ണോ അവനന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ജീവിതത്തിലും നാം ഇതുപോലെ ദൂരെയുള്ള സന്തോഷങ്ങൾ തേടി അലഞ്ഞേക്കാം. മറ്റുള്ളവരുടെ ജീവിതം കണ്ട് അസൂയപ്പെടുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നന്മകളെ നാം കാണാതെ പോകുന്നു. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ ചുറ്റിലും തന്നെയുണ്ട്. അത് തിരിച്ചറിയാൻ ശാന്തമായ ഒരു മനസ്സും നന്ദിയുള്ള ഒരു ഹൃദയവുമാണ് ആവശ്യം.
അന്യന്റെ പറമ്പിലെ പച്ചപ്പിന് പിന്നാലെ ഓടുമ്പോൾ സ്വന്തം പറമ്പിലെ വജ്രങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഒരിക്കൽ ഒരു വലിയ രാജ്യം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ലോകത്തിലെ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ധരിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തന്റെ പ്രധാന തുന്നൽക്കാരനെ വിളിച്ചു പറഞ്ഞു, എനിക്ക് വേട്ടയാടാൻ പോകുമ്പോൾ ധരിക്കാൻ പറ്റിയ എന്നാൽ വളരെ രാജകീയമായ ഒരു പുതിയ വസ്ത്രം വേണം. അത് മറ്റാരും കണ്ടിട്ടില്ലാത്ത വിധം സവിശേഷമായിരിക്കണം. തുന്നൽക്കാരൻ മാസങ്ങളോളം അധ്വാനിച്ച് മനോഹരമായ ഒരു വസ്ത്രം നിർമ്മിച്ചു. അതിന്റെ പുറത്ത് സ്വർണ്ണനൂലുകൾ കൊണ്ട് കാട്ടിലെ മൃഗങ്ങളുടെയും പക്ഷികളുടെയും ചിത്രങ്ങൾ തുന്നിച്ചേർത്തിരുന്നു. രാജാവിനത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അദ്ദേഹം അത് ധരിച്ച് വേട്ടയ്ക്കായി കാട്ടിലേക്ക് പോയി. കാട്ടിലെ ഒരു ചെറിയ പുഴ മുറിച്ചു കടക്കുന്നതിനിടയിൽ രാജാവിന്റെ വസ്ത്രത്തിന്റെ താഴത്തെ അറ്റം ഒരു മുള്ളിൽ ഉടക്കി. രാജാവ് ശ്രദ്ധിക്കാതെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ആ മനോഹരമായ വസ്ത്രത്തിൽ വലിയൊരു വിള്ളൽ വീണു. രാജാവിന് വലിയ ദേഷ്യം വന്നു. താൻ ഇത്രയും സ്നേഹിച്ച വസ്ത്രം നശിച്ചല്ലോ എന്നോർത്ത് അദ്ദേഹം സങ്കടപ്പെട്ടു. രാജാവ് ഉടൻ തന്നെ തുന്നൽക്കാരനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. നീയുണ്ടാക്കിയ വസ്ത്രം വെറുമൊരു മുള്ളിൽ തട്ടിക്കീറിപ്പോയി. ഈ വലിയ വിള്ളൽ മാറ്റാൻ നിനക്ക് കഴിയുമോ? ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും. തുന്നൽക്കാരൻ ആ വസ്ത്രം സൂക്ഷ്മമായി പരിശോധിച്ചു. ആ വിള്ളൽ വളരെ വലുതായിരുന്നു. അത് തുന്നിക്കെട്ടിയാൽ വൃത്തികേടാകുമെന്ന് അവന് അറിയാമായിരുന്നു. അവൻ ഒരു രാത്രി മുഴുവൻ ചിന്തിച്ചു. പിറ്റേന്ന് രാവിലെ അവൻ വസ്ത്രവുമായി രാജാവിന്റെ മുന്നിലെത്തി. രാജാവ് വസ്ത്രം നോക്കി അത്ഭുതപ്പെട്ടുപോയി. അവിടെ ഇപ്പോൾ ആ വിള്ളലുണ്ടായിരുന്നില്ല. പകരം ആ വിള്ളൽ വന്ന ഭാഗത്ത് തുന്നൽക്കാരൻ മനോഹരമായൊരു മയിലിന്റെ പീലി തുന്നിച്ചേർത്തിരുന്നു. വിള്ളലിന്റെ ആകൃതിക്കനുസരിച്ച് അവൻ ആ പീലി വിടർത്തി നിൽക്കുന്ന മയിലിനെയാണ് അവിടെ ഉണ്ടാക്കിയത്. അത് വസ്ത്രത്തിന് മുൻപത്തേക്കാൾ കൂടുതൽ ഭംഗി നൽകി. തുന്നൽക്കാരൻ പറഞ്ഞു, പ്രഭു, ആ വിള്ളൽ വസ്ത്രത്തിന് പറ്റിയ ഒരു തെറ്റായിരുന്നു. എന്നാൽ ആ തെറ്റിനെ ഞാനൊരു അലങ്കാരമാക്കി മാറ്റി. ഇപ്പോൾ ആ വിള്ളലില്ലെങ്കിൽ ഈ വസ്ത്രം ഇത്ര മനോഹരമാകില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പല വിള്ളലുകളും വീഴ്ചകളും ഉണ്ടായേക്കാം. തകർച്ചകളെ ഓർത്ത് സങ്കടപ്പെടുന്നതിനു പകരം അവയെ എങ്ങനെ പുതിയൊരു അവസരമാക്കി മാറ്റാം എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ മുറിവുകളെയാണ് നിങ്ങൾക്ക് ഏറ്റവും മനോഹരമായ ചിത്രങ്ങളാക്കാൻ കഴിയുന്നത്. പരാജയങ്ങളെ അലങ്കാരങ്ങളാക്കി മാറ്റാൻ പഠിക്കുന്നവനാണ് യഥാർത്ഥ ശില്പി. ഒരു വാതിലടയുമ്പോൾ മറ്റൊന്ന് തുറക്കപ്പെടുന്നുണ്ടെന്ന് ഓർക്കുക. ഒരിക്കൽ ഒരു വലിയ വനത്തിൽ സ്വതന്ത്രനായി പാറി നടന്നിരുന്ന മനോഹരമായ ഒരു പക്ഷിയുണ്ടായിരുന്നു. കാട്ടിലെ പഴങ്ങൾ തിന്നും അരുവിയിലെ തെളിനീർ കുടിച്ചും അവൻ സന്തോഷത്തോടെ ജീവിച്ചു. ഒരു ദിവസം ആ നാട്ടിലെ രാജാവ് കാട്ടിലെത്തുകയും ഈ പക്ഷിയുടെ മനോഹാരിതയിൽ മയങ്ങി അതിനെ പിടികൂടുകയും ചെയ്തു. കൊട്ടാരത്തിലെത്തിയ പക്ഷിക്ക് രാജാവ് ഒരു സ്വർണ്ണക്കൂട് ഒരുക്കി നൽകി. ഏറ്റവും വിലപിടിപ്പുള്ള ധാന്യങ്ങളും മധുരമുള്ള പഴങ്ങളും അവന് ഭക്ഷണമായി ലഭിച്ചു. ലോകം മുഴുവൻ ആ പക്ഷിയെ അത്ഭുതത്തോടെ നോക്കിനിന്നു. പലരും പറഞ്ഞു, എത്ര ഭാഗ്യവാനായ പക്ഷി! സ്വർണ്ണക്കൂട്ടിലാണല്ലോ അവന്റെ വാസം. ആദ്യമൊക്കെ പക്ഷിക്ക് ഈ സൗകര്യങ്ങൾ വലിയ സന്തോഷം നൽകി. പറക്കാതെ തന്നെ ഭക്ഷണം ലഭിക്കുന്നു, മഴയും വെയിലുമേൽക്കാതെ സുരക്ഷിതമായ ഇടം. പക്ഷേ ദിവസങ്ങൾ കടന്നുപോയപ്പോൾ ആ സ്വർണ്ണക്കൂട് അവനൊരു വലിയ ഭാരമായി മാറി. പുറത്തെ വലിയ ആകാശം അവനെ മാടി വിളിച്ചു. കാറ്റിലിളകുന്ന മരച്ചില്ലകളും കാട്ടുപൂക്കളുടെ ഗന്ധവും അവൻ സ്വപ്നം കാണാൻ തുടങ്ങി. ഒരു ദിവസം ആ സ്വർണ്ണക്കൂട് വൃത്തിയാക്കുന്നതിനിടയിൽ ഭടൻ അശ്രദ്ധമായി അതിന്റെ വാതിലൊന്നു തുറന്നിട്ടു. പക്ഷി ഒട്ടും ആലോചിച്ചില്ല. അവൻ ആ സ്വർണ്ണക്കൂടിൽ നിന്നും പുറത്തേക്ക് പറന്നു. കൊട്ടാരത്തിന്റെ വലിയ മതിലുകൾ കടന്ന് അവൻ വീണ്ടും തന്റെ പഴയ കാട്ടിലെത്തി. അവൻ കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾ ചോദിച്ചു, നീ എന്തിനാണ് ആ സ്വർണ്ണക്കൂടും രാജകീയ ഭക്ഷണവും ഉപേക്ഷിച്ചു വന്നത്? അവിടെ നിനക്ക് എല്ലാ സുഖസൗകര്യങ്ങളുമുണ്ടായിരുന്നല്ലോ. പക്ഷി ശാന്തനായി മറുപടി നൽകി, ആ സ്വർണ്ണക്കൂട് എത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അതൊരു കൂട് തന്നെയാണ്. അവിടെ എനിക്ക് സുരക്ഷിതത്വമുണ്ടായിരുന്നു, പക്ഷേ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ കഴിയാത്ത ഒരു പക്ഷിക്ക് സ്വർണം കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ ജീവിതത്തിലും നാം പലപ്പോഴും സ്വർണ്ണക്കൂടുകൾക്കായി ആഗ്രഹിക്കാറുണ്ട്. പണവും പദവിയും സൗകര്യങ്ങളും നമ്മെ മോഹിപ്പിച്ചേക്കാം, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ തളച്ചിടുന്ന ഒന്നിലും യഥാർത്ഥ സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിന്തകൾക്കും ചിറക് നൽകുക. മറ്റൊരാൾ ഒരുക്കിവച്ച സൗകര്യങ്ങളെക്കാൾ സ്വന്തം കരുത്തിൽ നേടുന്ന സ്വാതന്ത്ര്യത്തിന് എത്രയോ മധുരമുണ്ടാകും.